കൈലാസയാത്ര നടത്തുന്ന ഓരോ യാത്രികരുടെയും ജീവിതത്തിലെ അതിപ്രധാനമായൊരു ദിവസമാണ്. മാനസരസിനെ കാണുന്നതും കൈലാസത്തിൻ്റെ പ്രഥമ ദർശനം ലഭിക്കുന്നതും ഇന്നാണ്. ഞങ്ങൾ ആ യാത്രയ്ക്കായി പുറപ്പെടുകയാണ്. സാഗയിൽ നിന്ന് ഇന്ന് രാവിലെ തന്നെ, അതായത് ചൈനീസ് സമയം 7 മണിക്ക് പുറപ്പെട്ടു. ചൈനീസ് സമയം 7 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ഏതാണ്ടൊരു 4:30 മണി 5 മണി സമയത്താണ് പുറപ്പെട്ട് ഇപ്പോഴേതാണ്ട് ഒരു 1.5 മണിക്കൂർ ദൂരം പിന്നിട്ട് ഒരു പ്രദേശത്ത് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഇറങ്ങി, ബസ്സിൽ തന്നെയുള്ള യാത്രയിൽ ഒന്ന് ഇറങ്ങി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ സാഗയിൽ നിന്ന് മനസ്സരോവരത്തെ ലക്ഷ്യം വെച്ചുള്ള യാത്ര പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. അതായത് അന്നാണ് നമുക്ക് പ്രഥമ ദർശനം കിട്ടുന്നത്. എത്രയോ ജന്മങ്ങളുടെ സൗഭാഗ്യം കൊണ്ടാണ് ആ പ്രഥമ ദർശനം കിട്ടുന്നത്. ഇന്നാകട്ടെ 2025 ഓഗസ്റ്റ് 17 ചിങ്ങം 1, മലയാളികളുടെ പുതുവർഷം. ഈ പുതുവർഷത്തിൽ തന്നെ പുതുദിനത്തിന്, നവവത്സരത്തിന് ഒരു സമ്മാനം എന്നതുപോലെ ആ മഹാ കൈലാസ ദർശനം സാധിക്കണമേ എന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ. ഞങ്ങളുടെ ബസ് ഡ്രൈവർ നീമ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. ഞങ്ങളുടെ ഗൈഡിൻ്റെ പേര് നീമയാണ്. ഒരുപാട് പേരുണ്ട് തോന്നുന്നു ഇവിടെ നീമ എന്നുള്ള പേര്. ഒരു ചെറിയ മഴ പെയ്യുന്ന മനോഹരമായ വഴിയിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ പാട്ട് കേട്ട് അതിനോടൊപ്പം പാടിക്കൊണ്ടേയിരിക്കുകയാണ്. വരികളൊന്നും മനസ്സിലാവില്ല എങ്കിലും സംഗീതത്തിനൊരു പ്രത്യേകമായ സുഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്നൊരു മൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? അതുപോലെ തന്നെ ഈ അന്തരീക്ഷം അദ്ദേഹത്തിന് നൽകുന്ന ഒരു ആനന്ദം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. സംഗീതത്തിന് ഭാഷകളുടെ ആവശ്യമില്ല. ഗോൾഡൻ യാക്ക്, ഈ സുവർണ യാക്ക് തിബറ്റൻ ചിഹ്നമാണ്. തിബറ്റുകാരുടെ നിധിയായിട്ട്, അല്ലെങ്കിൽ തിബറ്റുകാരുടെ നിധിയുടെ കാവലാളായിട്ട്, അവരുടെ മുഴുവൻ ഒരു ബലമായിട്ടാണ് ഗോൾഡൻ യാക്കിനെ, ഏറ്റവും വലിയൊരു ഐശ്വര്യ പ്രതീകമായിട്ടാണ് ഗോൾഡൻ യാക്കിനെ കാണുന്നത്. ഈ ഗോൾഡൻ യാക്ക് എന്ന് പറയുന്നത് അവർക്ക് ദൈവീകമായ സന്ദേശങ്ങൾ എത്തിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ കണ്ടല്ലേ, ഇത്രയും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിൽ ജീവിക്കാൻ തിബറ്റുകാർക്ക് ഒരു ആത്മബലം എപ്പോഴും വേണം അല്ലേ? ആ ആത്മബലം നൽകുന്നത് ഈ ഗോൾഡൻ യാക്കാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഗോൾഡൻ യാക്ക് ആകാശവും ഭൂമിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സന്ദേശവാഹകൻ കൂടിയാണ്. അത്തരത്തിലുള്ളൊരു ഗോൾഡൻ യാക്കിൻ്റെ ഒരു സിമ്പൽ കാണുന്നിടത്ത് ഞങ്ങൾ ആ ഒരു ഗോൾഡൻ യാക്കിനെ കണ്ടപ്പോൾ അയ്യോ ഇതൊന്ന് ചിത്രീകരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വിചാരിച്ചപ്പോൾ തൊട്ട് 100 ഒരു കഷ്ടിച്ചൊരു 50 മീറ്റർ അപ്പുറം ഒരു പെട്രോൾ പമ്പിൽ എല്ലാ വാഹനങ്ങളും പെട്രോൾ അടിക്കുവാനായിട്ട് കയറി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഗോൾഡൻ യാക്കിനെ ചിത്രീകരിക്കുവാനായി സാഗയിൽ നിന്ന് മാനസരോവരത്തിലേക്കുള്ള യാത്ര നമ്മളിപ്പോൾ ഒരു 2.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. തണുപ്പ് മെല്ലെ മെല്ലെ വർദ്ധിച്ചു വരുന്നു. യാത്രകളിങ്ങനെ നീണ്ടു കിടക്കുന്ന വഴികളിൽ നമ്മൾ ആകാംക്ഷയോടെ കണ്ണും നട്ടിരിക്കുന്ന ഒരു ദിവസം. ആ ദിവസം മെല്ലെ 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 വളർന്ന് മുന്നോട്ട് നീങ്ങി പല പല വളവുകൾ കഴിഞ്ഞു. ആ വളവുകളിൽ ഓരോന്നും നമ്മുടെ പല പല ജന്മങ്ങളെ അറിഞ്ഞ് ഈ ദിവസം എനിക്കായിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി ഓരോ യാത്രികരും ഇരിക്കുന്നു. കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ട്. പലപ്പോഴും പലരും സംസാരിക്കുന്നുണ്ട്. ചിലർ വല്ലാതെ ഒരു ആഴത്തിലുള്ള നോട്ടം
വിദൂരതയിലേക്ക് വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ വിദൂരതയിലേക്ക് ഇങ്ങനെ അയച്ചു വിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ നോട്ടത്തിൽ, ആ ഭാവത്തിലൊക്കെ അകത്ത് സംഭവിക്കുന്ന ഓരോരോ തിരിച്ചറിവുകൾ, അകത്ത് സംഭവിക്കുന്ന സംഭാഷണങ്ങൾ, എന്താണ് നമ്മളപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ, ഇതുവരെ കാണാത്ത കാഴ്ചകൾ. എന്നും ഒരു കാന്തം എങ്ങനെയാണോ നമ്മളെ ആകർഷിക്കുന്നത്, കാന്തം എങ്ങനെയാണോ ഇരുമ്പിനെ ആകർഷിക്കുന്നത്, അതുപോലെ നമ്മളാകുന്ന ഇരുമ്പിനെ ഏതോ ഒരു കാന്തം ആകർഷിക്കുന്നുണ്ട്. അവിടേക്കാണ് യാത്ര എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഓരോ വളവുകൾ. കൈലാസത്തിൽ വരണത് എന്തിനാണെന്ന് മോചിതാജി ചോദിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എന്തിനാണ് ഇത്രയും വരാൻ മനസ്സ് തിരക്ക് കൂട്ടിയത് എന്ന് മനസ്സിലായത്. പിന്നെ ഇവിടുത്തെ മലകളിലും കടന്നു വരുന്ന വഴിയുള്ള മലകളിലുമൊക്കെ പ്രപഞ്ചത്തിൻ്റെ ആദിഗുരു പ്രപഞ്ചത്തിൻ്റെ കുറിച്ചുള്ള സത്യങ്ങൾ കുറിച്ച് വച്ചിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. നമുക്കറിയാത്ത അക്ഷരങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് വച്ചിരിക്കുന്നതെന്ന് തോന്നി.
തീരത്ത് നമ്മളെത്തി. അതിനുശേഷം മനസരോവരത്തെ ആകെ പരിക്രമ ചെയ്തു. ഇപ്പോൾ തീരത്തേക്ക് എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. ചൈന സമയം ഏതാണ്ട് 9 മണിയായിപ്പോൾ. അതുകൊണ്ട് തന്നെ മനസരസിൻ്റെ തീരത്തെത്തി ഞങ്ങൾ പ്രോക്ഷണം ചെയ്ത് പ്രാർത്ഥിച്ച് കയ്യിൽ കൊണ്ടുവന്ന രുദ്രാക്ഷം, സാളഗ്രാമങ്ങൾ എന്നിവയെല്ലാം വെള്ളത്തിലർപ്പിച്ച് പ്രാർത്ഥിച്ചു. നാളെയാണ് മനസരസിൽ കൂടുതൽ സമയം നിൽക്കാനും സ്നാനാദി കാര്യങ്ങൾക്ക് ഇപ്പോൾ അനുവാദമില്ല എന്നാണ് കേൾക്കുന്നത്. എന്നാലും അത്തരം കാര്യങ്ങൾക്കെല്ലാം നാളത്തെ ദിവസമാണ് മാറ്റി വെച്ചിരിക്കുന്നത്, നാളത്തെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം. അപ്പോൾ ഇന്നേതായാലും മനസരസിനെ ഇങ്ങനെ കണ്ടുകൊണ്ട് മനസരസിൻ്റെ തീരത്തെത്തി. നല്ല തണുപ്പുണ്ട്, എന്നാലും മനസരസിൻ്റെ തീരത്ത് ആ കാറ്റ് ഏറ്റുവാങ്ങി ആ കടൽ തിരമാലകൾ പോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കുന്ന നിതാന്തമായ ആ സൗന്ദര്യത്തെ കണ്ടുകൊണ്ട് മനസരോവര തീരത്ത് നിൽക്കുകയാണ്. Mochita's Moksha, Journey to the Self.